അച്ഛൻ്റെ സഭയും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി അല്ലെങ്കിൽ വത്തിക്കാനുമായി ആ ഒരു ബന്ധം ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതെ, അതായത് പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും മോൺഫോർട്ട് മിഷണറിയുമായിട്ട് വളരെ വലിയൊരു ആത്മബന്ധമുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 ഞങ്ങളുടെ ഒരു മിഷണറി ഫ്രാൻസിൽ കൊല്ലപ്പെടുകയുണ്ടായി, അതായത് രക്തസാക്ഷിയായി. ഒലീവിയർ മേയർ എന്ന് പറഞ്ഞ ഫ്രാൻസിലുള്ള മിഷണറി വെറും 61 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2021 അദ്ദേഹം റുവാണ്ടയിൽ നിന്നുള്ള ഒരു ഇമിഗ്രന്റിന്, അഭയാർത്ഥിക്ക് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ തന്നെ സ്ഥലം കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ പാർപ്പിക്കുകയുണ്ടായി. പക്ഷെ അതേ അഭയാർത്ഥി തന്നെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അച്ഛനെ കുത്തിക്കൊലപ്പെടുത്തുകയുണ്ടായി. ഇത് വളരെ ഷോക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു, ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് ആ സമയത്ത് ആ അച്ഛന്റെ മാതാപിതാക്കള് ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. അവരോട് ഈ ഷോക്കിംഗ് അവസ്ഥയിൽ അവരെ നേരിട്ട് വിളിക്കുകയും സംസാരിക്കുകയും അവരോട് നേരിട്ട് കത്തുകൾ മുഖേന അവരോട് അനുശോചനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലും ഫ്രാൻസിലെ പ്രൊവിൻഷ്യലോട് ഞങ്ങളുടെ സുപ്പീരിയറിനോട് പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവ് കത്തെഴുതി അനുശോചനം അറിയിക്കുകയും പരിശുദ്ധ പിതാവിന്റെ സാമീപ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ നമ്മളോട് കാണിക്കുന്നത് പരിശുദ്ധ പിതാവ് ഞങ്ങളോടുള്ള ആ സ്നേഹമാണ്. വേദനിക്കുന്ന നിമിഷത്തിലും ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹം വലിയൊരു അനുഭവമാണ് ഞാൻ മോൺഫോർട്ട് മിഷണറിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെ 2023 ഞങ്ങളുടെ ചാപ്റ്ററിന് ശേഷവും എല്ലാവരെയും ഒരുമിച്ച് കാണുവാനായിട്ട്, ഞങ്ങളുടെ കോൺഗ്രിഗേഷനുള്ള ക്യാപിറ്റലിനെ എല്ലാം ഒരുമിച്ച് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ പരിശുദ്ധ പിതാവ് ഞങ്ങളോട് പറഞ്ഞ 3 കാര്യങ്ങളാണ്. നിങ്ങളെ ഒത്തിരിയേറെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഇന്റർനാഷണാലിറ്റിയും നിങ്ങളുടെ ഇന്റർനാഷണൽ മിഷനെ കുറിച്ചൊക്കെ ഓർത്ത്. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കണമെന്ന് പറഞ്ഞ ഒരു അപ്പനെ പോലെ സ്നേഹത്തോടെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതായത് ഒന്നാമതായിട്ട് പറഞ്ഞത് കമ്പാഷൻ ഉള്ളവരായിരിക്കണം നിങ്ങൾ. അതായത് അനുകമ്പയോടുകൂടി നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്ത് അനേകരെ നിങ്ങൾ സേവനം ചെയ്യണം. നമ്മൾ മിഷനിലായിരിക്കുമ്പോൾ അതായത് ആടുകളെ അടുത്തറിയുന്ന ഇടയന്മാരായിട്ട് തന്നെ നിങ്ങളായിരിക്കണം. ആ ക്ലോസ്നെസ് ഒരിക്കലും കൈവിടുവാൻ പാടില്ല എന്ന് പരിശുദ്ധാവ് ഓർമ്മിപ്പിക്കേണ്ട. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ടെൻഡർനെസ് ആണ്. നിങ്ങൾ ആർദ്രമുള്ള ഹൃദയം ഉള്ളവർ ആയിരിക്കണം നിങ്ങളുടെ ശുശ്രൂഷ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് 3 പോയിന്റിലൂടെ മനോഹരമായ ഒരു അപ്പനെ പോലെ സംസാരിച്ച് ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ തന്നെ മോൺഫോർട്ട് മിഷണറിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞങ്ങളുടെ സുപ്പീരിയർ ജനറൽ ബ്രസീലിൽ നിന്നുള്ളതായിരുന്നു. അപ്പം ആ ബ്രസീലിൽ നിന്നുള്ള അച്ഛൻ ലാറ്റിൻ അമേരിക്കയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ബോണസ് ഐറസിൽ ഞങ്ങൾക്ക് മിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെറു, മറ്റ് രാജ്യങ്ങൾ, സ്പാനിഷ് സ്പീക്കിംഗ് രാജ്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന അച്ഛന് മാർപ്പാപ്പയെ അടുത്തറിയാമായിരുന്നു. അപ്പം എപ്പോഴും എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ സഭയോട് സഹകരിക്കുകയും പരിശുദ്ധ പിതാവിന്റെ സാമീപ്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഖേദകരമായ നിമിഷത്തിലൂടെയാണ് പരിശുദ്ധ പിതാവിന്റെ വിയോഗത്തെ ഞങ്ങൾ കാണുന്നത്. മറ്റൊരു കാര്യം വെച്ചാൽ അച്ഛൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലായ സമയത്ത് ദിവസവും എനിക്ക് തോന്നുന്നു ആശുപത്രിയുടെ ഉള്ളിൽ പോലും പ്രവേശിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗാവസ്ഥയുമായും എല്ലാം നമുക്ക് റിപ്പോർട്ട് തന്നിരുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതും കൂടിയാണ്. ആ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് അച്ഛൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പേഴ്സണൽ ടച്ച്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കണ്ട സമയം അച്ഛൻ വത്തിക്കാനിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ഡിജോ. എനിക്ക് പരിശുദ്ധ പിതാവ് ആയിട്ട് ഞാൻ 5 പ്രാവശ്യം പേഴ്സണലായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ 20 പ്രാവശ്യത്തിലേറെ ആയിട്ട് കോൺസെലബ്രേഷൻ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ പല ഒക്കേഷൻസിലായിട്ട് പരിശുദ്ധ പിതാവിനോട് ഒരുമിച്ച് ബലിയർപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ഏറ്റവും അവസാനമായിട്ട് പരിശുദ്ധ പിതാവിനെ നേരിട്ട് കണ്ടത് കഴിഞ്ഞ ഡിസംബർ മാസമാണ്. കഴിഞ്ഞ ഡിസംബർ മാസത്തില് എന്റെ അങ്കിളും ആന്റിയും 60ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ അവര് പറഞ്ഞു സാധിക്കുമെങ്കിൽ പിതാവിനെ കാണുവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വത്തിക്കാനിൽ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരു സ്പെഷ്യൽ ടിക്കറ്റ് എനിക്ക് കിട്ടുകയുണ്ടായി. അങ്ങനെ അവര് രണ്ടുപേരും അവരുടെ മക്കള് ബഹ്റിനിൽ നിന്നും വന്നു, നിത്യനും ആരുളും. അപ്പൊ അവര് വന്നപ്പോൾ അവരുടെ വാർദ്ധക്യമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് വീൽ ചെയറിലാണ് ഞങ്ങൾ കൊണ്ടുപോയത്. അപ്പം വീൽ ചെയറിലാകുമ്പോൾ ഒരു പേരും കൂടെ അക്കമ്പനി ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ 2 പേരുടെ ടിക്കറ്റിൽ 4 പേർക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പൊ എനിക്കും പിന്നെ അവരുടെ മക്കളിൽ ഒരാൾക്കും
അപ്പൊ ഞങ്ങൾ പോയപ്പോൾ പരിശുദ്ധ പിതാവ് ജനറൽ ഓഡിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരുടെ വലതുവശത്ത് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പ്രത്യേകിച്ച് വീൽ ചെയർ ആയിട്ടുള്ളവർക്ക് വളരെ ഒത്തിരി പരിഗണനയുണ്ട്. അപ്പം ഫൈനൽ ബ്ലെസ്സിങ്ങിന് ശേഷം പരിശുദ്ധ പിതാവ് ആദ്യമായിട്ട് ഓടി വന്നത് ഈ വീൽ ചെയറിൽ ഇരിക്കുന്നവരാണ്. രോഗികളായിട്ടുള്ളവരുണ്ട്, നടക്കാൻ ഒട്ടും പറ്റാത്തവരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് വയ്യാതെ ആയിട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്ന് അപ്പൊ ഞങ്ങൾ ഇതിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പൊ പാപ്പ ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ആന്റിയും അങ്കിളുമാണ്, നാട്ടിൽ നിന്ന് വന്നതാണ്, അവരുടെ 60-ാം വിവാഹ വാർഷികമാണ്, പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ഉടൻ തന്നെ പരിസ്ഥിതി അവിടെ നിർത്തി ഒന്ന് അവരെ നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു, പ്രത്യേക ആശീർവാദം കൊടുത്തു. പ്രത്യേകിച്ച് പരിസ്ഥിതാവ് ഇപ്പോഴും കൊടുക്കാനുള്ള സ്പെഷ്യൽ ഒക്കേഷനായിട്ട് സ്പെഷ്യൽ ഗസ്റ്റിന് കൊടുക്കാനുള്ള ജപമാല, പരിസ്ഥിതി ജപമാല എടുത്ത് കൊടുക്കുകയും ചെയ്തു. അത് വളരെ വളരെ വലിയൊരു അനുഭവമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാട്ടിൽ നിന്ന് വന്നതാണ്. പരിസ്ഥിതിനെ കണ്ടപ്പോഴും ഒരിക്കലും പറയാൻ പറ്റാത്ത സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പരിസ്ഥിതാവിന്റെ ആ മനോഭാവം, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ആ മനോഭാവം വളരെ ഇതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. അല്ലാതെ ജനറൽ ചാപ്റ്ററിന് ശേഷവും ഞങ്ങൾക്ക് കൂടിക്കാഴ്ചയായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. അല്ലാതെ തന്നെയുള്ള പല ഓഡിയൻസിലും കണ്ടപ്പോഴൊക്കെ എന്തെങ്കിലും ഒബ്ജക്ട്സുകൾ കൊടുത്ത് നമ്മൾ ജപമാലയോ മറ്റ് ഹോളി ആർട്ടിക്കിൾസ് കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്ന പാപ്പയെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ബ്രാവോ ദിയോത്തി ബെനഡിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പാപ്പയാണ് കാണുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് പേഴ്സണലായിട്ട് എപ്പോഴും ഞാൻ പരിശുദ്ധപിതാവ് കണ്ടിട്ടുണ്ടോ, പ്രത്യേകിച്ച് കോൺസൽവറേഷനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ, പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇൻസ്പയറിംഗ് സ്പിരിറ്റ് ആണ്, ഒരു ആത്മീയമായ ഒരു എനർജി ആണെന്ന് തന്നെ പറയാം. പരിശുദ്ധാവ് നമ്മളെ നേരിട്ട് എപ്പോഴും നമുക്ക് ഡയറക്റ്റ് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ പോലും കടന്നു പോകുമ്പോൾ നമ്മൾ അതിന്റെ അടുത്തുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രത്യേകമായ ഒരു പവർഫുൾ എനർജി, ഒരു സ്പിരിച്വൽ എനർജി ഫീൽ ചെയ്യാം. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. പിന്നെ ജമലീൽ ഹോസ്പിറ്റലിൽ 38 ദിവസം ഞങ്ങള് ജോബി അച്ഛൻ്റെ കൂടെ റിപ്പോർട്ടൊക്കെ ചെയ്തപ്പോൾ കൂടുതൽ പരിശുദ്ധ പിതാവിനെ അറിയാനായിട്ട് സാധിച്ചു. അതായത് അദ്ദേഹത്തിനുള്ള സ്നേഹവും കരുതലും ജനങ്ങൾ കാണിക്കുന്നത്, അനേകായിരം പേരുകൾ പല രീതിയിൽ അവിടെ വരികയും വിസിറ്റ് ചെയ്യുകയും അവർ പോപ്പിനെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ ഗ്രീറ്റിംഗ്സിലൂടെ, സന്ദേശങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ വന്നെത്തിയപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പരിശുദ്ധ കൂടുതൽ അടുത്തറിയുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം എങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറം ഉള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു പറ്റിയ ഒരു മഹാനായ പോപ്പ് തന്നെ ആയിരുന്നു എന്ന് അപ്പോൾ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധപിതാവ് അതിന് ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ആഴമായ ബന്ധമാണ്. കൂടുതൽ ഒരു ഇൻസ്പയറിംഗ് ഓർമ്മകളാണ് പരിശുദ്ധപിതാവിനെ കുറിച്ച് എന്റെ മനസ്സിലുള്ളത്. അച്ഛനിത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ദിവസം, അന്ന് ജോജിയച്ചനും ജോബിയച്ചനും കൂടി ജമലി ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് ഇതാ ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നു എന്ന് അന്ന് അനൗൺസ് ചെയ്തത് നമ്മൾ അന്ന് ഈ ചാനലിൽ തത്സമയം തന്നെ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അച്ഛൻ. അപ്പോൾ അന്ന് ഒരു പക്ഷേ ഇങ്ങനെ ഒരു രീതിയിൽ ഇത്ര പെട്ടെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു പോകും, ഒരു പക്ഷേ അച്ഛനത് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് ആയിരുന്നെങ്കിൽ നമ്മളും ഒരുങ്ങിയിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാരണം അതീവ ഗുരുതരമായ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നു, ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും മരിക്കാമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ അത്രമാത്രം സന്തോഷത്തോടെ ആ ഒരു തത്സമയത്തിൽ മാർപ്പാപ്പ ഏഞ്ചൽസ് പ്രാർത്ഥനയിൽ വരികയും ആശീർവാദം നൽകുകയൊക്കെ ചെയ്തപ്പോൾ തത്സമയം നമ്മളത് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്നൊരു പക്ഷേ അച്ഛനും പ്രതീക്ഷിച്ചിരുന്നു ഒരിക്കലും ഇത്ര പെട്ടെന്ന് മാർപ്പാപ്പ കടന്നു പോകുമെന്ന്? തീർച്ചയായിട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് പരിശുദ്ധപിതാവ് ഞങ്ങള് റിപ്പോർട്ട് ചെയ്തപ്പോഴും ഞങ്ങൾ പ്രത്യേകം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവനായിട്ട് തിരിച്ചു വരട്ടെ എന്ന്. പക്ഷെ അന്ന് ഡിസ്ചാർജ് ആയപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിന്റെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഈസ്റ്ററിന് ശേഷം ഉർബയും ബ്ലെസ്സിങ് കൊടുത്തതിന് ശേഷം ഇത്രയും പെട്ടെന്ന് പരിശുദ്ധപിതാവ് നമ്മളെല്ലാം വേർപെട്ട് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. തീർച്ചയായിട്ടും അത് വളരെ ഷോക്ക് തന്നെയായിരുന്നു. തിങ്കളാഴ്ച, ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച പെട്ടെന്ന് ന്യൂസ് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ലൂർദിലേക്ക് വരാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ന്യൂസ് വന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ഫേക്ക് ന്യൂസ് ആയിരിക്കുമോ എന്ന് വീണ്ടും റീചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് വിശ്വസിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഒരിക്കലും ഇത്രയും പെട്ടെന്ന് ഞായറാഴ്ച കണ്ടിട്ട് എല്ലാവരെയും ബ്ലസ് ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല.
അപ്പൊ തീർച്ചയായിട്ടും പാപ്പ എന്നിരുന്നാൽ തന്നെയും പരിശുദ്ധ പിതാവ് തനിക്ക് നിർവഹിക്കാനുള്ള എല്ലാ ഡ്യൂട്ടികളും ഉത്തരവാദിത്തങ്ങളും എല്ലാം ആ, മനോഹരമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് മൊത്തത്തിൽ കാണുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നമുക്കും പാപ്പയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാപ്പയെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ് ഇപ്പോൾ ചെയ്യുവാനായിട്ട് സാധിക്കുക. അച്ഛാ, അവസാനമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയിൽ അച്ഛന് ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു പ്രവൃത്തി സ്വഭാവത്തിലെല്ലാം അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ പരിശുദ്ധ പിതാവിന്റെ ക്വാളിറ്റികളെ കുറിച്ച് ലോകം മൊത്തം പല രീതിയിൽ പറയുമ്പോഴേ ഞാൻ ഒരു വാക്കിൽ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. കരുണ എന്ന ഒരു വാക്ക്, കാരുണ്യമാണ്. പരിശുദ്ധ പിതാവ് കാരുണ്യത്തിന്റെ അത് എങ്ങനെ പറഞ്ഞ് പറയിക്കണം, എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയത്തില്ല. കരുണ എന്ന് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് കരുണയുടെ പിതാവായിരുന്നു, കാരുണ്യത്തിന്റെ മാർപ്പാപ്പയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന, ആവശ്യരിലേക്കും പാവപ്പെട്ടവരിലേക്കും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് ജയിലിൽ പോയ അവസ്ഥകളൊക്കെ നമുക്കറിയാം, ജയിലിലുള്ളവരുടെ കാല് കഴിയതും. അപ്പം പരിശുദ്ധ പിതാവ് ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഗോ എഗെയിൻസ്റ്റ് ദ കറന്റ്. അപ്പം നമ്മൾ ഉള്ള സാധാരണ രീതിയിൽ നിന്ന് നമുക്ക് അതിന് എതിരായിട്ട് പോയിക്കൊണ്ട് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കണം, സുവിശേഷം ജീവിക്കണം, കരുണയുടെ വക്താക്കളായിട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാവ് എന്റെ പ്രത്യേക ക്വാളിറ്റി എന്ന് പറയുന്നത് കരുണയാണ്, കാരുണ്യത്തിന്റെ. അത് എല്ലാ തലത്തിലും അത് നമ്മളെ വിസ്മയിക്കുന്ന രീതിയിൽ പരിശുദ്ധാവ് അത് തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ ചിന്തിപ്പുറത്തായിട്ട് കാരുണ്യം എല്ലാ തലത്തിലും നമ്മൾ ജീവിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാവ് നമ്മളിൽ നിന്ന് കാലം ചെയ്തു പോകുമ്പോൾ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വളരെ ഒരു ചലഞ്ചിങ് മെസ്സേജ് തന്നിട്ടാണ് പോകുന്നത്. കരുണയുടെ വക്താക്കളാകുക, കാരുണ്യം കാണിക്കുന്നവരാകുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവരും മാനവരാശി എല്ലാം ചേർത്ത് പിടിക്കുക. അപ്പൊ അതൊരു വലിയ ഒരു ഇൻസ്പിറേഷനും തന്നിട്ടാണ് പരിശുദ്ധാവ് എന്നെ സംബന്ധിച്ചിടത്തോളം കടന്നു പോകുന്നത്, മറ്റ് പലതരത്തിലുള്ള വലിയ കാര്യങ്ങൾക്കെല്ലാം ഉപരിയായിട്ട്. ഓക്കെ അച്ഛാ, ഇനി എന്നാണ് അച്ഛൻ വത്തിക്കാനിലേക്ക് തിരിച്ചു വരുന്നത്? ഞാൻ നാളെ വൈകിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ വൈകിട്ട് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും അച്ഛൻ എത്രയും പെട്ടെന്ന് നാളെ വൈകുന്നേരം തന്നെ വത്തിക്കാനിൽ തിരിച്ചെത്തുക. അച്ഛനിൽ നിന്നുള്ള വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെയും അതോടൊപ്പം തന്നെ ഈ ഒരു പൊതുദർശനത്തിലുമെല്ലാം കൂടുതൽ റിപ്പോർട്ടുകൾ ജോജിച്ചിൽ നിന്നും ജോബിയച്ചിൽ നിന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഗുഡ്നസ് ടി വി പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ വത്തിക്കാനിലേക്ക് തിരിച്ചു വരിക എന്ന് തന്നെ പറയുകയാണ്. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ. ലൂർദിൽ നിന്ന്, അതും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യമുള്ള, ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരാണ്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം, അതായത് തൻ്റെ വൈദിക ജീവിതത്തിലും മെത്രാനായപ്പോഴേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൊണ്ട് തന്നെയാണ് റോമിലെ മേരി മെജോറെ ബസിലിക്കയിൽ തന്നെ അടക്കണം എന്നൊരു ആവശ്യം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ആ ഒരു കൈ പിടിച്ച് യാത്ര ചെയ്യുകയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും. അപ്പൊ പരിശുദ്ധ അമ്മ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്തുവാനായിട്ട് പറ്റത്തില്ല. കൂടപ്പിറപ്പിനെ പോലെ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഒരു പിതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ലൂർദും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവിന്റെ ഹൃദയത്തിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ എല്ലാ സാഹചര്യങ്ങളും വളരെ പ്രധാന പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹബന്ധവും ആഴമായ ബന്ധം. അതിന്റെ ഇതാണല്ലോ ഡിജോ പറഞ്ഞതുപോലെ തന്റെ അന്ത്യ അഭിലാഷം മേരി മെജോർ ബസിലിക്കയിൽ തന്നെ അടക്കം ചെയ്യുന്നത് പറഞ്ഞതൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും പരിശുദ്ധ പിതാവ് നമ്മളോട് തന്നു പോകുന്ന ഒരു മെസ്സേജ് കൂടിയാണ് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും പിതാവ് എല്ലാ യാത്രകളിലും ചേർത്ത് പിടിച്ചതുപോലെ പാപ്പസിയിലെ മാർപ്പാപ്പയുടെ പാപ്പസിയിലുടനീളം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചതുപോലെ നമ്മൾക്കും വലിയൊരു മെസ്സേജാണ് പരിശുദ്ധ പിതാവ് തന്നിട്ട് പോകുന്നത്. അതായത് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തില് ജീവിതത്തില് ഈശോയെ അനുഗമിക്കുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയും പരിശുദ്ധ പിതാവും വളരെ വലിയ ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ജോജിച്ച, എന്തായാലും നമുക്ക് താങ്ക് യു ജോജിച്ച. എന്തായാലും ഉടനെ നമുക്ക് വത്തിക്കാനിൽ നിന്നും നമുക്ക് ഒരുമിച്ച് ഇതേപോലെ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് വരാം. പ്രത്യേകിച്ച് നാളെ തന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ വന്ന ഉടനെ തന്നെ നമുക്ക് വരണം. ഞങ്ങൾ വിളിക്കാം അച്ഛനെ. ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ലൂർദിൻ്റെ മണ്ണിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒഴുകുന്ന
ലൂർദ് മാതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇത്ര നേരം നമ്മൾ സംസാരിച്ചു. തത്സമയം എന്തായാലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരുപാടുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ജീവിക്കുന്ന വിശുദ്ധനായി പലരും കണ്ടിരുന്നു. എനിക്കൊന്ന് മരണശേഷവും ഇപ്പോഴും ആളുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് മാധ്യസ്ഥം തേടി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിച്ചു എന്നൊക്കെ വരെ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്കറിയാം, ഒരു വിശുദ്ധനാക്കി പ്രഖ്യാപിക്കണമെങ്കിൽ സഭയിൽ അതിൻ്റെതായ ചിട്ടകളുണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്. എങ്കിലും ആളുകളുടെ ഒരു വിശ്വാസം, അവർ മനസ്സുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അത്രയും സ്നേഹിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ഒരുപാട് നന്ദി അച്ഛാ ഇത്ര നേരം നമ്മളുമായി പ്രതികരിച്ചതിനും ഞങ്ങളോടൊപ്പം. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവർക്കും പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടയിൽ, പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടയില് ഗുഡ്നസ് പ്രേക്ഷകരെയും എല്ലാവരെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്ന് ഒത്തിരി സന്തോഷത്തോടെ അറിയിക്കുകയാണ്. താങ്ക് യു അച്ഛാ, താങ്ക് യു.